സോ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, ദാറ്റ് ഈസ് ദ ചാൻസസ് ഓഫ് ഒക്കറിങ് ഈസ് നോട്ട്, ദാറ്റ് ഈസ് ദ probability of occurrence is not. സോ അണ്ടർ അൺസർട്ടനിറ്റിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയൻസ് ആയിരുന്നു മാക്സ് ക്രൈറ്റീരിയൻ, മിനിമാക്സ് ക്രൈറ്റീരിയൻ, മാക്സി മീൻ ക്രൈറ്റീരിയൻ, ലാപ്ലേസ് ക്രൈറ്റീരിയൻ, ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയൻ. ഇതായിരുന്നു അണ്ടർ അൺസർട്ടനിറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ് നോക്കാൻ പോകുന്നത്, വിത്ത് പ്രോബബിലിറ്റി ആണ്. സോ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഉണ്ട്, EMV, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഉണ്ട്, EOL, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്, EVPI. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രോബ്ലമായിട്ട് വരുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് വിത്ത് പ്രോബബിലിറ്റീസ്. സോ അണ്ടർ ദിസ് സിറ്റുവേഷൻ decision maker will have to take the decision while considering the risk. സോ റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഡിസിഷൻ മേക്കർക്ക് ഡിസിഷൻ എടുക്കേണ്ടത്. ദ ഡിസിഷൻ മേക്കർ will also develop the probability for various alternatives. സോ നേരത്തെ പോലെ തന്നെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ എല്ലാ ഓൾട്ടർനേറ്റീവ്സിനും പ്രോബബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. അതാണ് ഒരു ഡിസിഷൻ മേക്കർ ചെയ്യേണ്ടത്. ഇനി ഇതിലത്തെ ഫസ്റ്റ് നോക്കാം, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. സോ ദിസ് മെത്തേഡ് വിൽ റിക്വയർ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഫോർ ഈച്ച് ആക്ട് യൂസിങ് പ്രോബബിലിറ്റി. സോ ഇവിടെ ഓരോ ആക്ടിനും എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏതൊരു ആക്ട് ആയിക്കോട്ടെ, എല്ലാ ആക്ടിനും എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ വിത്ത് പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. Then when we take a particular decision, how much benefit is derived from such decision? It is expressed in monetary terms. സോ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് എത്രമാത്രം ലാഭമാണ് നമുക്ക് കിട്ടുന്നത്, ഇത് മോണിറ്ററി വാല്യൂവിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ട്? സോ ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ടേബിൾ. സോ പ്രോഫിറ്റാണ് അവിടെ എക്സ്പ്രസ് ചെയ്യണത്. ഓരോ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമുക്ക് എത്ര ലാഭം കിട്ടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്? സോ നമ്മളിങ്ങനെ EMVയിൽ മാക്സിമം പ്രോഫിറ്റാണ് സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡ് കേസാണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്, EOL. This method will require calculation of expected opportunity loss criterion for each act using probability. സോ ഇവിടെ പ്രോഫിറ്റ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, എന്നാൽ EOL ഓപ്പർച്യൂണിറ്റി ലോസ് ക്രൈറ്റീരിയൻ ആണ് എടുക്കേണ്ടത്. സോ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ അല്ലെങ്കിൽ റിഗ്രറ്റ് ടേബിൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പത്തെ സെഷനിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിഗ്രറ്റ് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ആണ് കൺസേൺ ചെയ്യണത്. ലോസ് കൺസേൺ ചെയ്യുമ്പോൾ മിനിമം ലോസ്. അപ്പോൾ EOL നമ്മൾ മിനിമം ആണ് കൺസേൺ ചെയ്യേണ്ടത്, EMVയിൽ മാക്സിമം ആണ് കൺസേൺ ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സോ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂവിൻ്റെ ഒരു പ്രോബ്ലമാണ്. യു ആർ ഗിവൺ ദ ഫോളോയിങ് പേ ഓഫ് മെട്രിക്സ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1, S2, S3, ആക്സ് A1, A2, A3. സോ ഇവിടെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1, S2, S3 തന്നിട്ടുണ്ട്. ആക്സ് A1, A2, A3 തന്നിട്ടുണ്ട്. A1 25, 400, 650, A2 -10, 440,
740. A3 minus 125, 400, 750. So ഇതാണ് ഒരു പേ ഓഫ് മെട്രിക്സ്. The probability of the state of nature are respectively. So state of nature പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഇവൻറ്റ്സ് എന്ന് പറയുന്നത്, സോ ഇവൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത S1 ഉണ്ടാവാനുള്ള സാധ്യത 0.1 ആണ്. സോ S1 0.1, S2 0.7, S2 0.7 ആൻഡ് 0.2 S3 0.2. അപ്പോൾ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ആൻഡ് ടാബുലേറ്റ് ദ EMV ആൻഡ് കൺക്ലൂഡ് which of the act can be chosen as the best. So ഇതിലത്തെ ബെസ്റ്റ് ആക്ട് ഏതാണ്, അതാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. സോ മാക്സിമം EMV എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, പ്രോഫിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആണ്. സോ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ മാക്സിമം ഏതിനാണോ വരുന്നത് അതായിരിക്കും, ആ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ എക്സ്പെക്റ്റഡ് മോണിറ്ററി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഞങ്ങളൊരു 4 കോളം പ്രൊവൈഡ് ചെയ്യുക. ഞാനിതിൽ എക്സ്ട്രാ ഒരു കോളം കൂടി ആഡ് ചെയ്തു, അതായത് പ്രോബബിലിറ്റിയിലുള്ള ഒരു കോളം കൂടിയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇതിൽ പ്രോബബിലിറ്റിയുടെ കോളം മാത്രമാണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് ഏത് ഓൾട്ടർനേറ്റീവാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെ ഫസ്റ്റ് A1 ഓൾട്ടർനേറ്റീവിൻ്റെ EMV ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. സോ 0.10 ഇൻറ്റു 25 plus 0.70 into 400 plus 0.20 into 650. So EMV for A1 25 into 0.10 plus 400 into 0.70 plus 650 into 0.20. So 412.5. അപ്പോൾ EMV for alternative 1 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതേപോലെ തന്നെ EMV for A2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ പ്രോബബിലിറ്റി ആയിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.10 ഇൻറ്റു -10 പ്ലസ് 0.70 ഇൻറ്റു 440 പ്ലസ് 0.20 ഇൻറ്റു 740. So expected monetary value for A2 is 455. ഇതേപോലെ തന്നെ A3യുടെയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് -125 ഇൻറ്റു 0.10 -125, ഇവിടെ 0.10 ഉണ്ട്, 0.10. So 0.10 into -125, then 400 into 0.70 plus 750 into 0.20. So 417.5. സോ EMV ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെ കിട്ടി. അപ്പോൾ ഇത് പ്രോഫിറ്റാണ്. സോ പ്രോഫിറ്റ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം EMV ഏതാണോ നമുക്ക് തരുന്നത് അത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഓൾട്ടർനേറ്റീവ് A2ലാണ് നമുക്ക് മാക്സിമം EMV വരുന്നത്. അപ്പോൾ നമ്മൾ A2 ആണ് സെലക്ട് ചെയ്യുന്നത്. സിൻസ് EMV ഈസ് മാക്സിമം ഫോർ A2, ചൂസ് ദ ആക്ട് A2. നമുക്ക് EOLൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഗിവൺ ബിലോ ഈസ് എ റിഗ്രറ്റ് ടേബിൾ. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു റിഗ്രറ്റ് ടേബിളാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആക്സ് ആൻഡ് ടോപ്പിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇവൻറ്റ്സ് ഓർ സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ്. സോ ആക്സും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ തന്നിട്ടുണ്ട്.
suppose the probabilities of the events in this table are P of E1 equal to 0.30, so 0.30, 0.45 and 0.25. Calculate expected loss of each action. So ഓരോ ആക്ഷൻ്റെയും എക്സ്പെക്റ്റഡ് ലോസ് എത്രയാണ് വരുന്നത്? സോ എക്സ്പെക്റ്റഡ് ലോസ് ആണ് നമുക്കവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോസ് വരുമ്പോൾ മിനിമം ലോസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നേരത്തെ പ്രോഫിറ്റ് വന്നപ്പോൾ മാക്സിമം EMV ആണ് സെലക്ട് ചെയ്തത്. എന്നാൽ ഇവിടെ ലോസ് വരുന്ന കാരണം മിനിമം EOL വേണം സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു റിഗ്രറ്റ് ടേബിളാണ്. അപ്പോൾ വീണ്ടും ഒരു റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് റിഗ്രറ്റ് ടേബിളാണ്. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണ്? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ആക്ട് തന്നിരിക്കുന്നത്. ആക്ട് എപ്പോഴും എങ്ങനെയായിരിക്കണം? ടോപ്പിലായിരിക്കണം ആക്ട് തരേണ്ടത്. സോ ഈ ടേബിൾ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതണം. സോ ഇതാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ഇൻ കറക്റ്റ് ഫോം വരുന്നത്. സോ റോ വൈസ് ഉള്ളത് കോളം വൈസ് ആക്കി, 350 0 250 കോളം വൈസ് ആക്കി, 0 300 0 0 300 0 450 100 and 100. So 450 100 and 100 ഓക്കെ ആണല്ലോ. ഇതാണ് എക്സ്പെക്റ്റഡ് ലോസ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിളിൽ ഇതിൻ്റെ ഇടയിൽ ഇവൻസിൻ്റെ അവിടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടിയും കൊടുക്കുക. സോ ഈ പ്രോബബിലിറ്റി കൊടുക്കുമ്പോൾ നിങ്ങളവിടെ 0.30, സോ ഫസ്റ്റ് 0.30 കൊടുക്കുക, നെക്സ്റ്റ് 0.45 കൊടുക്കുക, നെക്സ്റ്റ് 0.25 കൊടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് 1 കിട്ടും, ആൾട്ടർനേറ്റീവ് 2 കിട്ടും ആൻഡ് ആൾട്ടർനേറ്റീവ് 3 കിട്ടും. എക്സ്പെക്റ്റഡ് ലോസ് ആണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എല്ലാം സമ്മേഷനാണ് ഇതിൻ്റെ താഴെ വരുന്നത്. നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തേക്കാണ്. സോ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. സോ ഇതിൻ്റെ സമ്മേഷനാണ് ഇവിടെ EOL, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സം ചെയ്യുക. 350 ഇൻറ്റു 0.30, സോ 0.30 വരും. സോ ഞങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കുക. സോ അവിടെ 0.30 പ്രോബിലിറ്റിയാണ്, 0.45 ആൻഡ് 0.25 ഏതാ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂസാണ് ഇവിടെ തന്നിരിക്കുന്നത്. 0.30 ഇൻറ്റു 350 ഉണ്ടാവും, 0.45 ഇൻറ്റു 0, 0.25 ഇൻറ്റു 250, അതാണ് A1. A2 ഇതേപോലെ തന്നെ 0.30 ഇൻറ്റു 0, 0.45 into 300, then 0.25 into 0. Last അതേപോലെ തന്നെ 0.30 into 450, then 100 into 0.45, then 100 into 0.25. ഇതിൻ്റെ എല്ലാം സമ്മേഷനാണ് EOL എന്ന് പറയുന്നത്. സോ ഇതിലത്തെ ലീസ്റ്റ് വൺ മിനിമം സെലക്ട് ചെയ്യുക. ലീസ്റ്റ് ഓഫ് EOL ഇതിൽ ലീസ്റ്റ് വരുന്നത് 167, 135, 205 ലീസ്റ്റ് 135 A2 ആണ്. സോ A2 ഈസ് ദ ഒപ്റ്റിമൽ ആക്ട്, ഓർ വി ചൂസ് A2. നമുക്ക് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കുറവ് നഷ്ടം വരുന്നത് A2 എന്ന് പറഞ്ഞിട്ടുള്ള ഓൾട്ടർനേറ്റീവിനാണ്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് ടേബിളായ കാരണമാണ് നമ്മൾ ഏറ്റവും കുറവ് അല്ലെങ്കിൽ മിനിമം കൺസേൺ ചെയ്തിട്ടുള്ളത്. റിഗ്രറ്റ് ടേബിളാണ്. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് റിഗ്രറ്റ് ടേബിൾ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഞങ്ങൾക്ക് റിഗ്രറ്റ് ടേബിൾ തരില്ല. റിഗ്രറ്റ് ടേബിൾ ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാലോ, ഹയസ്റ്റ് വാല്യൂ എടുക്കുക. റോ വൈസ് ആണ് ചെയ്യേണ്ടത്. റോ വൈസിൽ ഹയസ്റ്റ് വാല്യൂ എടുക്കുക, ബാക്കിയെല്ലാം ലെസ് ചെയ്യുക. സോ അങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ കിട്ടുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്സ് എപ്പോഴും ടോപ്പിലായിരിക്കും, ഇവൻറ്റ്സ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും വരിക. കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ₹3 per ബോട്ടിലാണ്. ഇനി ആക്സിന്
സെല്ലിംഗ് തന്നിട്ടുണ്ട് 78, 79, 80. അതായത് ഓൾട്ടർനേറ്റീവ് ആണ്. 78 യൂണിറ്റ് വിൽക്കണോ, 79 വെക്കണോ, 80 യൂണിറ്റ് വെക്കണോ. അവിടുത്തെ നേച്ചർ, സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഓർ ഇവൻറ്റ് ഡിഫറെൻ്റ് ആണ്. അതായത് ഡിമാൻഡ് ചിലപ്പോൾ 78 യൂണിറ്റ് വരുന്നുണ്ട്, ചിലപ്പോൾ 79 വരാം, ചിലപ്പോൾ 80 വരാം. സോ ഇവിടെ എത്രയാണ് ആക്സ് ഓൾട്ടർനേറ്റീവ് ഡിസൈഡ് ചെയ്യേണ്ടത്? സോ ഇവിടെ ഒരു ടേബിളാണ്. നമുക്ക് ടോപ്പിൽ എപ്പോഴും ആക്സ് ആണ് വരിക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ് വരുന്നത്. സോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്. ഡിമാൻഡ് 78 യൂണിറ്റിന് ഡിമാൻഡ് ഉണ്ടായിരിക്കാം, 78 ബോട്ടിൽ. ദെൻ 79 ബോട്ടിലിന് ഡിമാൻഡ് ഉണ്ടായിരിക്കാം, 80 ബോട്ടിലിന് ഡിമാൻഡ് ഉണ്ടായിരിക്കാം. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, കൺഫ്യൂഷൻ വരരുത്, ശ്രദ്ധിക്കുക. 78 ഇവിടെ സപ്ലൈ ഉള്ളത് 78 ആണ്. 78 ബോട്ടിലാണ് ആൾ വെക്കണത്, 79 ബോട്ടിലാണ് ആൾ പ്രൊഡ്യൂസ് ചെയ്യണത്, ദെൻ സെയിൽ ചെയ്യണത്. 80 ബോട്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെയിൽ ചെയ്യണത്. ഓക്കെ. സോ ഈ പേ ഓഫ് ടേബിളാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ പേ ഓഫ് ഇതിലത്തെ മോണിറ്ററി വാല്യൂ നമുക്ക് ഔട്ട്കം ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ പേ ഓഫ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഫസ്റ്റ് നോക്കാം. ഇത് സപ്ലൈ ആണ്. ആളുടെ കയ്യിലുള്ളത് 78 യൂണിറ്റ്, കയ്യിലുള്ളത് 78. ഇവിടെ പറയുന്നത് ഡിമാൻഡാണ്. 78 യൂണിറ്റിന് ഡിമാൻഡ് ഉണ്ട്, 79 യൂണിറ്റിന് ഡിമാൻഡ് ഉണ്ടാവാം, 80 യൂണിറ്റ്. സോ ഇവിടെ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവിൽ 78 ബോട്ടിൽ ഇങ്ക് ബോട്ടിൽ ആളുടെ കയ്യിലുള്ളൂ, 78. സോ ഫസ്റ്റ് പേ ഓഫ് ഫൈൻഡ് ഔട്ട് ചെയ്യണത് 78 into 5, that is selling price, and 78 into 3, that is cost price. Selling price minus cost price ആണ് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. സോ 78 into 5 minus 78 into 3, that is equal to 156. ഫസ്റ്റ് വൺ 156 ആണ് വരുന്നത്. നെക്സ്റ്റ് 78 യൂണിറ്റ് ആണ് ആളുടെ കയ്യിലുള്ളത്, പക്ഷേ ഡിമാൻഡ് ഇവിടെ 79 യൂണിറ്റിനുണ്ട്. അപ്പോൾ ആളുടെ കയ്യിൽ ആകെ 78 യൂണിറ്റ് 78 ഇങ്ക് ബോട്ടിൽ ആൾ വാങ്ങിച്ചിട്ടുള്ളൂ. ആളുടെ കയ്യിൽ 78 ഉള്ളൂ. അപ്പോൾ 78 എണ്ണം വിറ്റു. 79 ഡിമാൻഡ് ഉണ്ടെങ്കിലും 78 എണ്ണമാണ് അവിടെ വിൽക്കുന്നത്. 79 ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം അവിടെ ഇല്ല, ആളുടെ കയ്യിലില്ല, ഷോർട്ടേജാണ്. അപ്പോൾ ആൾക്ക് വരുന്ന സെല്ലിംഗ് പ്രൈസ് 78 എണ്ണമാണ് വിൽക്കുന്നത്, 78 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസാണ് വരുന്നത്. സോ 78 into 5 minus 78 into 3. So 78 into 5 minus 78 into 3, that is equal to 156. നെക്സ്റ്റ് ഇവിടെ നോക്കാം. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവിൻ്റെ ലാസ്റ്റ് 78 യൂണിറ്റ് ആണ് കയ്യിലുള്ളത്. 80 യൂണിറ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിലും അവിടെ കൂടുതൽ ആൾക്കാർ അത് ചോദിക്കുന്നുണ്ടെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിലും ആളുടെ കയ്യിൽ 78 യൂണിറ്റ് ഉള്ളൂ. സോ 78 into 5 ഇതാണ് സെയിൽ ചെയ്യണത്. 78 യൂണിറ്റ് ആണ് ആളുടെ വാങ്ങിച്ച് വയ്ക്കാൻ ആൾക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്. സോ 156. നെക്സ്റ്റ് വൺ വരുന്നത് 79 ഉണ്ട്. 79 ഉണ്ട്, പക്ഷേ ഇവിടെ ഡിമാൻഡ് 78. 79 എണ്ണം ആൾ വാങ്ങിച്ചു വെച്ചു, പക്ഷേ 78 എണ്ണമേ സെയിലായുള്ളൂ. ഓക്കെ. അപ്പോൾ റവന്യൂ വരുന്നത് 78 എണ്ണമാണ്, 78 ആണ് സെയിൽ വരുന്നത്. സോ 78 into 5 അതാണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. ഒരെണ്ണം വിറ്റ് പോയില്ല, കാരണം ഡിമാൻഡ് ഉണ്ടായില്ല. അപ്പോൾ 78 into 5 മൈനസ് കോസ്റ്റ് പ്രൈസ് വരുന്നത് ആൾ 79 എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ കോസ്റ്റ് 79 വരും, 79 into 3. സോ ഇവിടെ എപ്പോഴും ഈ ഒരു ഓൾട്ടർനേറ്റീവിൽ എല്ലാത്തിലും 79 ആയിരിക്കും ആളുടെ കോസ്റ്റ് വരിക. 79 into 3 ആണ് കോസ്റ്റ് വരുന്നത് ഈ ഓൾട്ടർനേറ്റീവിൽ, കാരണം ആളുടെ കയ്യിൽ 79 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 79 into 3 ആണ് വരിക. ഇനി ഡിമാൻഡ്, ആൾക്കാർ ഡിമാൻഡ് ചെയ്യണ അല്ലെങ്കിൽ വാങ്ങിക്കണത് സെക്കൻഡ് കേസിൽ 79 എണ്ണം വെച്ചു, 79 എണ്ണം വാങ്ങിച്ചു. സോ വിറ്റുപോയി. 79 into 5 മൈനസ് 79 into 3 അതാണ് സെക്കൻഡ് കേസിൽ വരുന്നത്. തേർഡ് കേസിൽ 79 into 5
മൈനസ് 79 ഇൻറ്റു 3. ഇവിടെ 80 ഡിമാൻഡ് ഉണ്ടെങ്കിലും 79 ആളുടെ കയ്യിലുള്ളൂ. സോ ഇവിടെ 79 ഇൻറ്റു 5 ആണ് വരിക, 80 അല്ല. 80 ഡിമാൻഡ് ഉണ്ട്, പക്ഷേ ആളുടെ കയ്യിലാകെ 79 എണ്ണേ ഉള്ളൂ. സോ 79 ഇൻറ്റു 5 മൈനസ് 79 ഇൻറ്റു 3. 79 ആണ് ആളുടെ കയ്യിലുള്ളത്. ഓക്കെ ആണോ? സോ ഇവിടെ 153 വരും. 153, 158 and 158. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 89 ആളുടെ കയ്യിൽ സപ്ലൈ ഉണ്ട്. 80 ആളുടെ കയ്യിൽ സപ്ലൈ ഉണ്ട്, പക്ഷേ ഇവിടെ ഡിമാൻഡ് 78 വിറ്റുപോയുള്ളൂ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 78 യൂണിറ്റാണ് വിറ്റുപോയുള്ളൂ. സോ 78 ഇൻറ്റു 5 മൈനസ് 80 യൂണിറ്റ് ആൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ 80 ഇൻറ്റു 3 ഇതാണ് കോസ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 150. നെക്സ്റ്റ് 79 ഇൻറ്റു 5, അതായത് ഇവിടെ ഡിമാൻഡ് 79 ആൾക്കാർ വാങ്ങിച്ചുള്ളൂ. 80 ആൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആളുടെ കയ്യിലുണ്ട്, ബോട്ടിലുണ്ട്. പക്ഷേ 79 ഡിമാൻഡ് ഉണ്ടായുള്ളൂ. 79 മാത്രമേ, 79 ഐറ്റംസ് മാത്രമാണ് സെയിൽ ചെയ്തത്. സോ 79 ഇൻറ്റു 5 മൈനസ് 80 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 155. നെക്സ്റ്റ് 80 യൂണിറ്റ് ആൾക്ക് സപ്ലൈ ഉണ്ടായിരുന്നു, 80 യൂണിറ്റും ഡിമാൻഡ് ഉണ്ട്. സോ 80 യൂണിറ്റ് അവിടെ വിൽക്കുമ്പോൾ 80 ഇൻറ്റു 5 മൈനസ് ആൾ 80 യൂണിറ്റിന് എടുത്തിട്ടുണ്ട് ബോട്ടിൽ. സോ 80 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 160. സോ ഇതാണ് ഒരു പേ ഓഫ് ടേബിൾ വരുന്നത്. നിങ്ങൾ ഈ പേ ഓഫ് ടേബിളിൻ്റെ സൊല്യൂഷൻ കാണുക. EMV ഫൈൻഡ് ഔട്ട് ചെയ്യുക, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ദെൻ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റിഗ്രറ്റ് ടേബിൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, റിഗ്രറ്റ് ടേബിൾ. ദെൻ ഇതിന്ന് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുക.